ഹായ് വ്യൂവേഴ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓണം സ്പെഷ്യൽ കാളനാണ്. വളരെ എളുപ്പത്തിലും വളരെ രുചികരവുമായി എങ്ങനെയാണ് കാളൻ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ചേന കഷ്ണങ്ങളാക്കിയതും 2 പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവ രണ്ടും കൂടി ഒരു കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കാം. കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ അരമുറി നാളികേരം ചിരകിയതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചിട്ട് വരാം. ഞാൻ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കാളനിലേക്ക് കുറച്ച് തൈര് ഇട്ട് വെക്കാം. ഞാനിവിടെ നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കാളനിവിടെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കാം. തിളച്ച് പോവാതെ നോക്കണം. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് കാളനിലേക്ക് വറവിടാം. അതിനായി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തു. ഇനി നമുക്കത് കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കാളന് ടേസ്റ്റ് കൂട്ടുവാനായി ഞാനിവിടെ ഒരു പാനിൽ നെയ്യ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ രണ്ടും ഒന്ന് ചൂടാക്കിയതിന് ശേഷം കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ കാളന് വളരെയധികം ടേസ്റ്റ് ഉണ്ടാക്കുന്നു. ഇനി ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാളൻ ഇവിടെ റെഡിയായി. എല്ലാവരും ഈ ഓണത്തിന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.